സൗഖ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടും പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ജങ്ക് ഫുഡിനെ പറ്റിയാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ജങ്ക് ഫുഡ് ലോകത്തിൻ്റെ ഭക്ഷ്യ സംസ്കാരം തന്നെ മാറ്റിമറിച്ചു. ആഗോളതലത്തിൽ ഭക്ഷണ രീതികളിലൊരു വിപ്ലവം തന്നെ ഇത് സൃഷ്ടിച്ചു. ഏറെ വിവാദങ്ങൾക്കിടയിലും ഇതിൻ്റെ പ്രചാരം വർദ്ധിച്ചു വരികയാണ്. ഒരു കാലത്ത് ലോകമെമ്പാടും പട്ടിണിയുടെയും പോഷകക്കുറവിൻ്റെയും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഏതാണ്ട് 2-3 ദശാബ്ദക്കാലം മുമ്പ് വരെ ഇതായിരുന്നു അവസ്ഥ. ഇന്ന് പൊതുവെ ഭക്ഷണത്തിന് ക്ഷാമം കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറ കൂടുതൽ രുചികരമായ ആഹാരത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയി. അങ്ങനെയാണ് ഈ ജങ്ക് ഫുഡിന് ലോകത്തിൽ ഇത്രയും പ്രാധാന്യം വന്നത്. ജങ്ക് ഫുഡിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തികച്ചും ആകർഷണീയമാണ് എല്ലാ രീതിയിലും. ഇതിൻ്റെ പാക്കിംഗ് ആവട്ടെ, ഇതിൻ്റെ ഭക്ഷ്യവസ്തുക്കളാവട്ടെ, ഇത് തികച്ചും രുചികരമാണ്. കഴിക്കും തോറും വീണ്ടും കഴിക്കണമെന്ന് താല്പര്യം തോന്നും. വിലക്കുറവാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏതാണ്ട് 5 രൂപ മുതൽ നമ്മുടെ നാട്ടിൽ ഇത് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടികൾക്കിത് വളരെ കൂടുതലായി വാങ്ങിക്കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. എവിടെയും ലഭ്യമാണെന്നുള്ളതാണ് ജങ്ക് ഫുഡിൻ്റെ മറ്റൊരു പ്രത്യേകത. കുഗ്രാമം മുതൽ മെട്രോ നഗരം വരെയും പെട്ടിക്കട മുതൽ സൂപ്പർ മാർക്കറ്റ് വരെ ഇത് ലഭ്യമാണ്. കുട്ടികളും കൗമാരപ്രായത്തിലുള്ളവരും യുവജനങ്ങളുമാണ് ഇതിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. ഇനി ഇതിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിർവചനം ഇല്ല. 1950 മുതൽ സംസാര ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ജങ്ക് ഫുഡ് എന്ന പദം. ആൻഡ്രൂ എഫ് സ്മിത്തിൻ്റെ എൻസൈക്ലോപീഡിയ ഓഫ് ജങ്ക് ഫുഡ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഉണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന നിർവചനം, ഇതൊരു തരം വാണിജ്യ ഉൽപ്പന്നങ്ങളാണ്. ക്യാൻഡി, ഐസ്ക്രീം, ഉപ്പ് ചേർത്ത സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആൽക്കഹോൾ അടങ്ങിയ പ്രിപ്പറേഷൻസ്, ഇങ്ങനെ പല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഇതിൽ വരുന്നു. ഇതിന് വളരെ കുറഞ്ഞ പോഷകമൂല്യമാണുള്ളത്. ഉപ്പും മധുരവും കൊഴുപ്പും വളരെയേറെ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് അനാരോഗ്യകരമാണെന്ന് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൽ വളരെയേറെ ലഭ്യമായിട്ടുള്ള ജങ്ക് ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ മധുരത്തിന് ആധിക്യമുള്ള ഒരുപാട് പലഹാരങ്ങളും ബെവറേജസും ഉണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്കെല്ലാവർക്കും അറിയാം. സ്പോർട്സ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് താരങ്ങൾ ഓടുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് പ്രത്യേകിച്ച് സോഡിയത്തിന് കുറയാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് സോഡിയത്തിനെ അത് സപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് സ്പോർട്സ് ഡ്രിങ്ക്സ്. എനർജി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉന്മേഷം തോന്നുവാനായിട്ട് പ്രത്യേകിച്ചും കഫീൻ അടങ്ങിയ ആഹാരങ്ങൾ, കഫീൻ അടങ്ങിയ ഡ്രിങ്ക്സാണ് കൂടുതൽ എനർജി ഡ്രിങ്ക്സിൽ വരിക. ആൽക്കഹോളിക് ഡ്രിങ്ക്സ് നമുക്കറിയാം, അതായത് ബിയറുണ്ട്, ബാക്കി ലിക്കർ എല്ലാം അതിൽ വരും. വൈനും അതിലാണ് ഉൾപ്പെടുന്നത്. കൂൾ ഡ്രിങ്ക്സ് നമുക്കറിയാം, കോളകളാണ് പ്രധാനമായിട്ടും കൂൾ ഡ്രിങ്ക്സിൻ്റെ പരിധിയിൽ വരുന്നത്. മധുരാംശം ചേർന്ന ധാരാളം ആഹാരങ്ങൾ പ്രത്യേകിച്ചും വിപണിയിൽ ലഭ്യമായിട്ടുള്ളത് നമ്മൾ എവരും കഴിക്കുന്നതുമാണ്. വൈറ്റ് ബ്രെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള സെറിയൽ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള സംസ്കരിച്ച ധാന്യത്തിൽ നിന്നാണ് ഉപയോഗിച്ചാണ് വൈറ്റ് ബ്രെഡ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും മൈദയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വസ്തു. മൈദയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ധാന്യത്തിൻ്റെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭാഗം, പ്രത്യേകിച്ച് അതിൻ്റെ തവിട്, പിന്നെ അതിൻ്റെ അങ്കുരം എന്ന് പറയും, ഇത് രണ്ടും മാറ്റം വരുത്തിയിട്ടാണ് ഇടയ്ക്കുള്ള എൻഡോസ്പേം എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള വെളുത്ത ഭാഗം, അതാണ് നമുക്കിത് കിട്ടുന്നത്. അത് കൂടുതലായിട്ട് അത് ബ്ലീച്ച് ചെയ്തും സംസ്കരിച്ചെടുത്തിട്ടുള്ള ധാന്യമാണ്. പ്രത്യേകിച്ചും ഗോതമ്പിൽ നിന്നാണ് മൈദ ഉണ്ടാവുന്നത്. പക്ഷേ ഗോതമ്പിൻ്റെ ഗുണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇത് പൊതുവെ അനാരോഗ്യകരമായിട്ടുള്ള ഒരു പദാർത്ഥമാണ്. ഇനി പോപ്കോൺ, മൈക്രോവേവ് പോപ്കോൺ ആണെങ്കിൽ അതിൽ ഉപ്പിൻ്റെ അതിപ്രസരമുണ്ട്. പിന്നെ സ്റ്റാർച്ച് വളരെ കൂടുതലാണ്. വൈറ്റ് റൈസിൽ തവിടില്ല. തവിടോടുകൂടിയ ആഹാരങ്ങളാണ് എന്തുകൊണ്ടും ആരോഗ്യകരമാകുന്നത്. ഈ തവിടില്ലാത്തതാണ് കൂടുതൽ ആകർഷണീയമായിട്ട്. നമ്മുടെ അതിൻ്റെ ലുക്ക് നന്നാവണമെങ്കിൽ തവിടുള്ളതുകൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബിരിയാണി, ഫ്രൈഡ് റൈസ് എന്നുള്ള മിക്കവാറും എല്ലാത്തിനും ചോറ് ഉൾപ്പെടെയുള്ളതിലെല്ലാം തന്നെ വൈറ്റ് റൈസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിസ്സ അങ്ങനെയുള്ള ആഹാരത്തിലേക്ക് വരുമ്പോഴേക്കും അതിൽ നൈട്രേറ്റുകളുടെ സാന്നിധ്യമുണ്ട്. അത് പ്രിസർവേറ്റീവായിട്ട് നൈട്രേറ്റുകളും ഇത് കാലക്രമത്തിൽ ഇത് ശരീരത്തിന് വളരെ ദോഷം ചെയ്യും. ഈ പറഞ്ഞതിൽ പലതും വിദേശികളായിട്ടുള്ള ജങ്ക് ഫുഡാണ്. ഇനി നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ജങ്ക് ഫുഡുകൾ എന്തൊക്കെയാണ്? സ്വദേശികളായ ജങ്ക് ഫുഡുകൾ കുറേയുണ്ട്. അത് വടകൾ, പലതരത്തിലുള്ള വടകൾ, പരിപ്പ് വട, ഉഴുന്നുവട, ഉള്ളിവട, ഇങ്ങനെയുള്ളത് അതെല്ലാം ജങ്ക് ഫുഡിൻ്റെ ഗണത്തിലാണ് വരുന്നത്. സമോസ, ഹൽവ, മധുരത്തിനും എണ്ണയ്ക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. പൂരി, എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് പൂരി. പൊറോട്ട, പ്രോസസ്ഡ് ആയിട്ടുള്ള ധാന്യത്തിൽ അല്ലെങ്കിൽ സംസ്കരിച്ച ധാന്യത്തിലാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. മൈദയാണ് അതിൻ്റെ അടിസ്ഥാനം, നമുക്ക് ഏവർക്കും അറിയാം. മിക്സറിലേക്ക് വരുമ്പോൾ മിക്സറും പക്കവടയും
അത് രണ്ടും കടലമാവിൻ്റെ വിഭവങ്ങളാണ്. ഇത് എണ്ണയിൽ വറുത്ത് കോരുന്നു, അതിനോടൊപ്പം തന്നെ ഉപ്പും അമിതമായിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്നു. പിന്നെ ചിപ്സുകളുണ്ട് പലതരത്തിൽ. അത് നമുക്ക് നേന്ത്രക്കായുടെ ചിപ്സുണ്ട്, കൊള്ളിയുടെ ചിപ്സുണ്ട്. ഇതെല്ലാം തന്നെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ജങ്ക് ഫുഡാണ്. എന്തുകൊണ്ടാണ് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ ജങ്ക് ഫുഡ് അനാരോഗ്യകരമാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഉയർന്ന കലോറി അടങ്ങിയിരിക്കുന്നു. അതായത് ഇതിൽ നിന്ന് ഒരുപാട് ഊർജ്ജം പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാന വസ്തുക്കൾ ഏതാണ്? കൊഴുപ്പ്, മധുരം, ഉപ്പ് എന്നുള്ളവയാണ്. ഇതിൻ്റെ പ്രധാന പോരായ്മ എന്താണ്? മനുഷ്യ ശരീരത്തിന് നിലനിൽപ്പിന് വളരെയധികം ആവശ്യമുള്ള പ്രോട്ടീൻ ഇല്ല, വൈറ്റമിൻസ് ഇല്ല, സൂക്ഷ്മ പോഷകങ്ങളില്ല. നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനും പല വിധത്തിലുള്ള ഫിസിയോളജിക്കലായിട്ടുള്ള, അതായത് ജൈവ പ്രവർത്തനത്തിനും ആവശ്യമുള്ള പല സൂക്ഷ്മ മൂലകങ്ങളുമുണ്ട്. അപ്പോൾ അത് ബഹുഭൂരിപക്ഷവും ജങ്ക് ഫുഡിൽ ലഭ്യമല്ല. എംപ്റ്റി കലോറീസ് നൽകുന്നുവെന്നാണ് ഇതിൻ്റെ പ്രധാന ആശയം. എംപ്റ്റി കലോറീസ് എന്ന് വെച്ചാൽ പോഷകങ്ങളില്ലാത്ത കൊഴുപ്പും മധുരവും അതിൽ നിന്ന് ലഭിക്കുന്ന കലോറികളാണ് ഇതിൽ കൂടുതലായിട്ട് ശരീരത്തിലെത്തുന്നത്. പ്രത്യേകിച്ചും വ്യായാമമില്ലാത്തവരിൽ ഇത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പൂരിത കൊഴുപ്പ് ഇതിൻ്റെ ഒരു പ്രധാന ചേരുവയാണ്. 100 ഗ്രാം വരെ സർവ്വസാധാരണമായിട്ട് ലഭിക്കുന്ന പല ജങ്ക് ഫുഡിലും 35 ഗ്രാം വരെ കൊഴുപ്പുണ്ട്. അതിൻ്റെ ഒരു പരിധി വരെ അത് പൂരിത കൊഴുപ്പാണ്. പൂരിത കൊഴുപ്പാണ് കൂടുതൽ ഹാനികരം. മറ്റൊന്ന് ട്രാൻസ് ഫാറ്റിൻ്റെ സാന്നിധ്യമാണ്. ട്രാൻസ് ഫാറ്റ് ആഗോളതലത്തിൽ കുത്തക കമ്പനികൾ കുറച്ചിട്ടുണ്ടെങ്കിലും ലോക്കലായിട്ട് ലഭിക്കുന്ന പലതിലും ട്രാൻസ് ഫാറ്റിൻ്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. ട്രാൻസ് ഫാറ്റ് മനുഷ്യ ശരീരത്തിന് തീരെ ആവശ്യമുള്ള ഒരു വസ്തുവല്ല. ഇത് പരമാവധി ശരീരത്തിൽ എത്താമെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഊർജ്ജത്തിൻ്റെ 1% താഴെയാണ് വേണ്ടത്. അതും നല്ലതല്ല, പക്ഷേ അത് അതിൻ്റെ ലിമിറ്റ് സ്ഥാപനങ്ങൾ വെച്ചിരിക്കുന്ന ലിമിറ്റാണത്. ഉപ്പിൻ്റെ അതിപ്രസരമാണ് മറ്റൊരു പ്രശ്നം. ഉപ്പ് 5 ഗ്രാമാണ് മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം പരമാവധി. ലോകാരോഗ്യ സംഘടന, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, NHS ഇവരെല്ലാം പറയുന്ന ഉപ്പിൻ്റെ പരമാവധി അളവ് 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യ ശരീരത്തിൽ 5 ഗ്രാം ഉപ്പ് പരമാവധി എത്തിച്ചേരാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ നമുക്കറിയാം 100 ഗ്രാം അടങ്ങിയ ഒരു പാക്കറ്റ് ജങ്ക് ഫുഡിൽ 5 ഗ്രാമിലേറെ ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെയാണ് ദിവസവും കഴിക്കുന്ന കറികൾ, ബാക്കിയുള്ള ഭക്ഷണങ്ങൾ, ബിസ്ക്കറ്റ് എല്ലാത്തിലും ഉണ്ട് ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള സാന്നിധ്യം. ഇതുകൂടാതെ കൃത്രിമ മധുരമുണ്ട്. കൃത്രിമ മധുരം ഉപയോഗിച്ചാണ് പലതരത്തിലുള്ള ജങ്ക് ഫുഡും ഉണ്ടാകുന്നത്. കാരണം പഞ്ചസാരയേക്കാളും കൂടുതൽ 200 ഇരട്ടി 400 ഇരട്ടിയൊക്കെ മധുരം നൽകുന്ന ആസ്പർട്ടയും സക്കാറിൻ മുതലായിട്ടുള്ള വസ്തുക്കളുണ്ട്. ഇതിനെ സംബന്ധിച്ചും വളരെ വിവാദങ്ങൾ നിലനിൽക്കുന്നു. ഇതുകൂടാതെ കളറും പ്രിസർവേറ്റീവും, പ്രത്യേകിച്ചും ഉപഭോക്താക്കൾക്ക് ആകർഷണീയത തോന്നണമെങ്കിൽ കാണാനുള്ള ഭംഗിയും വേണം, രുചിയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കളറും പിന്നെ കേടുകൂടാതിരിക്കാൻ പ്രിസർവേറ്റീവ് ഉപയോഗിച്ച് വരുന്നത്. പൂരിത കൊഴുപ്പിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും അനാരോഗ്യകരമായ കൊഴുപ്പുകളിലൊന്നാണ് പൂരിത കൊഴുപ്പുകൾ. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നാണ് അതിന് ആംഗലേയ നാമം. റൂം ടെമ്പറേച്ചറിൽ ഇത് ഖരരൂപത്തിലിരിക്കും. റെഡ് മീറ്റ് ഏതാനും വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ചും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിനെ കാർസിനോജനിക്കായിട്ടുള്ള, അതായത് ക്യാൻസർജന്യമായിട്ടുള്ള പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് വളരെയധികം വിവാദത്തിലകപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവാണ്. ഇതുകൂടാതെ പാം ഓയിലിലും പൂരിത കൊഴുപ്പ് ധാരാളമുണ്ട്. ശരീരത്തിന് പൂരിത കൊഴുപ്പ് ഒട്ടും ആവശ്യമില്ലെന്ന് ചോദിച്ചേക്കാം, പക്ഷേ മിതമായ അളവിൽ ആവശ്യമുണ്ടെങ്കിലും ഇത് വളരെ അളവിൽ കൂടുന്തോറും കൂടുതൽ ആപത്തിലേക്ക് വരുന്നു. പൂരിത കൊഴുപ്പിൻ്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം? നമ്മുടെ ഗാർഹിക ഭക്ഷണത്തിൽ പാം ഓയിൽ അല്ലെങ്കിൽ ഇത്തരം ട്രാൻസ്ഫാറ്റ് അടങ്ങിയ എണ്ണകൾ നമ്മൾ ഉപയോഗിക്കാറില്ല. അവിടെ സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, അങ്ങനെയുള്ള പല അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ആരോഗ്യകരമായ എണ്ണയിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഓയിലുകളിൽ ഏറ്റവും നല്ലതെന്ന് ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡിൻ്റെ ഒരു കലവറയാണ്. പിന്നെ പൂരിത കൊഴുപ്പ് കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗ്ഗം മാംസവിഭവങ്ങൾ, പ്രത്യേകിച്ച് ചിക്കനാണല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വിഭവം. ചിക്കൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ തൊലിക്കടിയിലുള്ള കൊഴുപ്പും നീക്കം ചെയ്യണം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ സ്കിൻലെസ് ചിക്കൻ എന്നാണ് പ്രത്യേകമായിട്ട് പറയും. പാല് ഉപയോഗിക്കാം. പാല് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ അവിടെ നമുക്ക് ലോ ഫാറ്റ് മിൽക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഹൈ ഫാറ്റ് മിൽക്ക് പൊതുവെ വ്യായാമം കുറഞ്ഞ ഇന്നത്തെ തലമുറയ്ക്കും ആരോഗ്യകരമായിരിക്കില്ല. പഴം, പച്ചക്കറി എന്നിവയുടെ ഉപയോഗം വളരെയധികം വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ചും നമുക്കറിയാം യുവതലമുറയിൽപ്പെട്ട പ്രത്യേകിച്ചും കുട്ടികളൊന്നും തന്നെ പഴത്തോടും പച്ചക്കറിയോടും തീരെ പ്രതിപത്തി കാണിക്കുന്നില്ല. ഹൃദയധമനി രോഗങ്ങളും സ്ട്രോക്കും ആണ് ഇതിൻ്റെ ഏറ്റവും
വലിയ ആപത്തുകൾ. പൂരിത കൊഴുപ്പ് അടങ്ങിയ ജങ്ക് ഫുഡും അമിതമായിട്ട് കഴിക്കുമ്പോൾ ഹൃദയധമനികളിൽ കൊഴുപ്പടിയുന്നു. ഇത് കാലക്രമത്തിൽ ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനും, അതായത് പക്ഷാഘാതത്തിനും കാരണമാകാം. അതുകൂടാതെ അനാരോഗ്യകരമായ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ള LDL, ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, അതായത് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയപ്പെടുന്ന കൊഴുപ്പ്, അതിൻ്റെ അളവ് വളരെയധികം വർദ്ധിപ്പിക്കുന്നു പൂരിത കൊഴുപ്പും ജങ്ക് ഫുഡുകളും. ഒപ്പം തന്നെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവും ആകെ കൊളസ്ട്രോളിൻ്റെ അളവും വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ ഹൃദയാരോഗ്യത്തിന്, മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. ജങ്ക് ഫുഡിൽ ട്രാൻസ് ഫാറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും അപകടകാരിയായ കൊഴുപ്പാണ്. ഇത് ഹൃദയധമനി രോഗങ്ങളിലേക്ക് വളരെ വേഗം നമ്മെ എത്തിക്കും. എങ്ങനെയാണ് ട്രാൻസ് ഫാറ്റ് ഉണ്ടാകുന്നത്? വെജിറ്റബിൾ ഓയിൽ തന്നെ അതിനെ റൂം ടെമ്പറേച്ചറിൽ കട്ടിയാക്കുവാൻ വേണ്ടി ഹൈഡ്രജനേറ്റ് ചെയ്യുന്നു. അതായത് ലിക്വിഡായിട്ടുള്ള ഓയിലിനെ ഹൈഡ്രജൻ പമ്പ് ചെയ്ത് അതിനെ സോളിഡ് രൂപത്തിലേക്ക് എത്തിക്കുന്നു. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിൽ ഫ്രൈ ചെയ്ത വിഭവങ്ങൾ വളരെ ക്രിസ്പി ആയിട്ടിരിക്കണം. കൂടുതൽ ഷെൽഫ് ലൈഫ് അതിന് വേണം, കൂടുതൽ കാലം കേടുകൂടാതെ കനപ്പില്ലാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഹൈഡ്രജനേറ്റഡ് ആയിട്ടുള്ളത് ഓയിൽ ഉപയോഗിക്കുന്നത്. ഫ്രൈഡ് ആയിട്ടുള്ള വസ്തുക്കൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള വസ്തുക്കൾ, ഫാസ്റ്റ് ഫുഡ്, പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഇവയിലെല്ലാം തന്നെ ട്രാൻസ് ഫാറ്റിൻ്റെ സാന്നിധ്യം നാം സംശയിക്കണം. ആനിമൽ ഫുഡിൽ, പ്രത്യേകിച്ച് മാംസവിഭവങ്ങളിൽ ട്രാൻസ് ഫാറ്റ് പ്രകൃതിദത്തമായി ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതും LDL ഉയർത്തുകയും നല്ല കൊളസ്ട്രോളായിട്ടുള്ള HDL കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ ട്രാൻസ് ഫാറ്റ് ഏറിയതായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസിൻ്റെ റിസ്ക് വരുന്നു. ശരീരത്തിന് യഥാർത്ഥത്തിൽ ട്രാൻസ് ഫാറ്റ് ആവശ്യമില്ല. ജങ്ക് ഫുഡിനെ പറ്റിയുള്ള പ്രധാന ആക്ഷേപം ഇത് empty calories ആണ്. എന്താണ് empty calories? പ്രധാനമായും പഞ്ചസാര, കൊഴുപ്പ്, ആൽക്കഹോൾ ഇവയെല്ലാം തന്നെ ശരീരത്തിന് വളരെയധികം ഊർജ്ജം നൽകുന്നതാണ്. പക്ഷേ വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, മിനറൽസ്, ഫൈബർ ശരീരത്തിന് ആവശ്യമായി. ഫൈബർ ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് മലബന്ധം ഉണ്ടാവും. മിനറൽസ് ഇല്ലെങ്കിൽ നമ്മുടെ ജൈവ പ്രവർത്തനങ്ങൾ കുറയും. പ്രോട്ടീൻസ് ഇല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ശരീരത്തിൻ്റെ കർമ്മങ്ങൾ നടക്കാതെ വരും. വൈറ്റമിൻസിനും ഇതുപോലെ തന്നെയുള്ള വളരെ അനിവാര്യമായ സ്ഥാനമാണുള്ളത്. എസൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഇവയൊന്നും ജങ്ക് ഫുഡ് നൽകുന്നില്ല. പക്ഷേ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, USDA പറയുന്നത് ചെറിയ അളവ് empty calories ശരീരത്തിന് കുഴപ്പമില്ല. പക്ഷേ ആളുകൾ വേണ്ടതിലേറെ ഇത് കഴിക്കുന്നു. കാരണം ആദ്യം പറഞ്ഞതുപോലെ ആസക്തി ജനിപ്പിക്കുന്നതാണ് ജങ്ക് ഫുഡ്. ഇനി ഉപ്പിൻ്റെ അതിപ്രസരം വരുമ്പോൾ ഉപ്പ് പ്രഷർ വർദ്ധിപ്പിക്കുന്നു. കിഡ്നിക്ക് അമിതമായിട്ടുള്ള അധ്വാനം വരുന്നു. കിഡ്നിക്ക് മാത്രമല്ല, കിഡ്നിക്ക്, ലിവറിന്, ചർമ്മത്തിന് കൂടുതലായിട്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ മലിന വസ്തുക്കൾ ബഹിഷ്കരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇതിന് അമിതമായിട്ടുള്ള അധ്വാനം വന്നു കഴിയുമ്പോൾ അത് ക്ഷീണിക്കുന്നു. കാലക്രമത്തിൽ കിഡ്നിയുടെ പ്രവർത്തനം മന്ദമാകാനുള്ള സാധ്യതയുണ്ട്. കരൾ തകരാറ് വരുന്നു. അത് പ്രത്യേകിച്ച് ആൽക്കഹോൾ, പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ അടങ്ങിയിരിക്കുന്ന ജങ്ക് ഫുഡുകൾ ധാരാളം മാർക്കറ്റിൽ അവൈലബിളാണ്. അത് കരൾ തകരാറ് വരാനുള്ള, ഫാറ്റി ഫുഡിൽ തുടങ്ങി സിറോസിസിൽ അവസാനിക്കുന്ന വളരെ ഗുരുതരമായ അവസ്ഥയാണ്. ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്നു. സ്വാഭാവികമായും അമിതവണ്ണമുള്ളവരിൽ നീർക്കെട്ടിനുള്ള സാധ്യത കൂടും. അമിതവണ്ണം ഉള്ളവർ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണം, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെയുള്ളത് കഴിച്ചു കഴിയുമ്പോൾ നീർക്കെട്ടുണ്ടാകാനുള്ള സാധ്യത, ഹോർമോൺ തകരാറുകൾക്കുള്ള സാധ്യതയൊക്കെ വർദ്ധിക്കുന്നു. ശ്വാസതടസ്സമാണ് മറ്റൊരു പ്രശ്നം. ശ്വാസതടസ്സത്തിൻ്റെ പ്രധാന കാരണം ജങ്ക് ഫുഡിന് അടിമയായിട്ടുള്ളവർ കൂടുതലും അവർ അമിതവണ്ണമുള്ളവരും അമിത ഭാരമുള്ളവരുമായിരിക്കും. അപ്പോൾ അവരുടെ ശ്വാസകോശത്തിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. കാരണം അത്രയും കിലോഗ്രാം തൂക്കത്തിന് കൊടുക്കാനുള്ള പ്രാണവായു ശ്വാസകോശം എത്തിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ശ്വാസതടസ്സം, കിതപ്പ്, സ്റ്റെപ്പ് കയറുമ്പോഴുള്ള വിഷമം, സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് പോകുന്ന പോലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതും ജങ്ക് ഫുഡിന് അടിമയായാലുള്ള ബുദ്ധിമുട്ടുകളാണ്. സ്വാഭാവികമായിട്ടും എല്ലുകളുടെ കട്ടി കുറയും. എല്ലുകളുടെ കട്ടി കുറയുമ്പോഴേക്കും മധ്യപ്രായത്തിൽ വളരെ നേരത്തെ തന്നെ സന്ധിവാതം വരാം. കാരണം സന്ധികൾക്ക് ദൗർബല്യം വരുന്നു. അസ്ഥികളുടെ കട്ടി കുറയുന്ന ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ സാന്ദ്രത കുറയുന്ന അവസ്ഥയാണ് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിയുന്ന അവസ്ഥ. ഇതുകൂടാതെ ഓസ്റ്റിയോമലേഷ്യ, ഇങ്ങനെ പലതരത്തിലുള്ള അസ്ഥി വൈകല്യങ്ങളും ഇതിൽ നമുക്ക് ശരീരത്തിന് വേണ്ട കാൽഷ്യം പോലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടാതെ ഈ ലഭ്യമായിട്ടുള്ള കൊഴുപ്പ് ഇത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് വരുന്നു. ദീർഘമായിട്ട് ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും കുറവ് വരുമെന്നുള്ള പഠനങ്ങളുണ്ട്. ഇനി ഏതെല്ലാം നിഗൂഢ മാർഗത്തിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ ഉപ്പ് എത്തുന്നു എന്ന് നോക്കാം. നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യങ്ങൾ, കഞ്ഞിയിൽ ഉപ്പിട്ട് കുടിക്കുക, അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുക, ഇതൊക്കെയാണ് നമുക്ക് സാധാരണ അറിയാവുന്നത്. അതുപോലെ കറികളിൽ ഉപ്പ് ചേർത്ത് നമ്മുടെ വീട്ടിൽ അമ്മയും
അമ്മൂമ്മയൊക്കെ പാകപ്പെടുത്തുമ്പോൾ ഉപ്പിട്ട് ചോറ് വയ്ക്കുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ അതിന് പുറമെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് അങ്ങനെയുള്ളതിൽ നിന്നെല്ലാം ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള ഉപ്പുകൾ നമ്മുടെ ശരീരത്തിലെത്തുന്നുണ്ട്. അത് ബിസ്ക്കറ്റ് ആവട്ടെ, കേക്കാവട്ടെ, ചോക്ലേറ്റ് ആവട്ടെ. അപ്പോൾ അവിടെ വരുന്ന നമ്മുടെ ഒരു പ്രത്യേക പ്രശ്നം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. വികസിത രാജ്യങ്ങളിൽ പൊതുവെ ഇത്തരം വിഭവങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ ലേബൽ വായിച്ചു നോക്കും. അപ്പോൾ ലേബൽ കൃത്യമായിട്ട് കാണും, ഇതിൽ ഇത്ര കലോറി എനർജി ഉണ്ട്, ഇതിൽ ഇത്ര ഗ്രാം ഉപ്പുണ്ട്, ഇത്രയധികം സാച്ചുറേറ്റഡ് ഫാറ്റുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ച് നാം വായിച്ചു നോക്കുന്നതാണ് പൊതുവെ അതിൻ്റെ MRP നോക്കും. MRP നോക്കിയിട്ട് നാം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ വില കുറഞ്ഞാണെങ്കിൽ നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ കഴിക്കും. ഇത് ദീർഘകാലം അനുവർത്തിച്ച് കഴിയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ പലതരത്തിലുള്ള രോഗങ്ങൾക്കും വശംവദരായിത്തീരും. അതിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ നമ്മുടെ മോർബിഡിറ്റി കൂടുന്നു, അതായത് രോഗാതുരത, ആതുരമാവാനുള്ള സാധ്യതകൾ വളരെ കൂടുന്നു. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റു രീതിയിൽ ഉപ്പ് വരുന്ന ഒരു അവസ്ഥ MSG, അതായത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന ചൈനീസ് സോൾട്ട്. ഇത് പല രുചി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചൈനീസ് ഭക്ഷണത്തിലാവട്ടെ ജങ്ക് ഫുഡിലാവട്ടെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ദീർഘകാലം വരുമ്പോൾ സോഡിയമാണ്, സോഡിയത്തിൻ്റെ ഒരു ഘടകം അതിലുണ്ട്. ഇത് ടേസ്റ്റ് മേക്കറാണ്. മറ്റൊന്ന് സോഡിയം നൈട്രേറ്റാണ്, പ്രത്യേകിച്ചും മാംസവിഭവങ്ങളുടെ പ്രിസർവേറ്റീവാണ്, അതിലും സോഡിയം അടങ്ങിയിട്ടുണ്ട്. സക്കാറിൻ സോഡിയം എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതൊരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ്. ബേക്കിംഗ് സോഡ എന്തിനു വേണം, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നുണ്ടല്ലോ, അതായത് ഇഡലി മാവോ ദോശമാവോ എന്നൊക്കെ റെഡിമെയ്ഡായിട്ട് നമ്മൾ ജോലി ഒഴിവാക്കാനായിട്ട് മേടിക്കും, അതിലും ബേക്കിംഗ് സോഡ ആണ്. കാരണം ഇത് വേഗം ഫെർമെൻറ്റ് ചെയ്ത് ഇത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്. ഇതും ദീർഘകാലം ശരീരത്തിൽ ചെല്ലുമ്പോൾ ഉപ്പിൻ്റെ അംശം ശരീരത്തിൽ ചെല്ലുന്നത് കൂടാതെ നമ്മുടെ ആമാശയത്തിലുള്ള ആഹാരം ദഹിപ്പിക്കാനുള്ള ആസിഡുകളെ അത് നിർവീര്യമാക്കി കളയുകയും ചെയ്യുന്നു. ദീർഘകാലം 1-2 ദിവസത്തെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ ഇതിനെന്താണ് പരിഹാരം എന്ന് വെച്ചാൽ, നമ്മൾ ഈ അമിതമായ ഉപ്പിന് പകരമായിട്ട് ആയുർവേദത്തിൽ ഇന്ദുപ്പ് ഉപയോഗിക്കുന്നു. ഇന്ദുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ദുപ്പിൽ സോഡിയം മാത്രമല്ല, സോഡിയം പൊട്ടാസ്യം ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംയുക്തമാണ് ഇന്ദുപ്പ്. ആയുർവേദ ആചാര്യന്മാർ നമ്മുടെ ഔഷധമായിട്ടും ആഹാരത്തിലുമൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നുള്ളതാണ്. ജങ്ക് ഫുഡിൻ്റെ ഉപഭോക്താക്കൾ ആരാണ്? ആദ്യകാലത്ത് ജങ്ക് ഫുഡ് സമ്പന്നരുടെ ആഹാരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് പല പഠനങ്ങളും കാണിക്കുന്നത് സാമ്പത്തിക ശേഷി കുറഞ്ഞവരാണ് ജങ്ക് ഫുഡിൻ്റെ പ്രധാന ഉപഭോക്താക്കൾ എന്നുള്ളതാണ് ഇന്ന് പഠനങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്, അവബോധക്കുറവാണ്. പ്രത്യേകിച്ചും കുട്ടികളിൽ ഓർമ്മക്കുറവും പഠന വൈകല്യങ്ങളും ഇത് വളരെ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്രഷൻ അത് സ്വാഭാവികമായിട്ട്, കാരണം പഠിത്തത്തിൽ പിന്നോക്കം പോകുമ്പോൾ കുട്ടികൾക്ക് ഡിപ്രഷൻ അല്ലാതെ എന്ത് വരാനുള്ളത്. യൂറോപ്യൻ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ്റെ പഠനത്തിൽ ഇത് കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു. അതായത് ഒരു കാര്യത്തിൽ ഏകാഗ്രതയില്ല, അമിതമായിട്ടുള്ള ആക്ടിവിറ്റി വന്നിട്ട് അപ്പോഴും പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അതിൻ്റെ ഒരു കാരണം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് പലതരത്തിലുള്ള കെമിക്കൽസ്, അതായത് ഫുഡ് അഡിറ്റീവ്സ്, അതായത് ഈ ഭക്ഷണത്തിൽ കൂടെ ഫാസ്റ്റ് ഫുഡ് ആവട്ടെ ജങ്ക് ഫുഡ് ആവട്ടെ വിപണിയിൽ ലഭ്യമായിട്ടുള്ളതിൽ നിന്ന് ലഭിക്കുന്ന അനവധി രാസവസ്തുക്കൾ കുട്ടികളുടെ ശരീരത്തിൽ, പ്രത്യേകിച്ചും 10 വയസ്സ് 15 വയസ്സിനുള്ളിലാകുമ്പോൾ അവരുടെ ആയുർവേദത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് അവരുടെ ധാതുക്കൾ വികസിച്ചു വരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇത്തരം അഹിതമായിട്ടുള്ള വസ്തുക്കൾ ശരീരത്തിൽ. ഇതെല്ലാം തന്നെ ശരീരത്തിന് ബഹിഷ്കരിക്കാൻ കഴിയില്ല. അത് മജ്ജയിലും അസ്ഥിയിലും ഒക്കെ ഒരു പരിധി വരെ അത് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ട് ജങ്ക് ഫുഡിന് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? മാതാപിതാക്കളാണ് ഇവിടുത്തെ പ്രശ്നക്കാർ. രുചി പരിചയപ്പെടുത്തുന്നതും ലഭ്യമാക്കുന്നതും മാതാപിതാക്കളാണ്. ശരീരധാതുക്കൾ രൂപപ്പെടുന്ന സമയത്ത് ഈ ടോക്സിക്കായിട്ടുള്ള വസ്തുക്കൾ കൂടുതൽ ശരീരത്തിൽ എത്താനുള്ള കാരണം അവരുടെ അവബോധക്കുറവാണ്. ഇത് പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയിലേക്ക് നയിക്കുമെന്ന് പറയുന്ന പഠനങ്ങളുണ്ട്. പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ 10 വയസ്സിൽ താഴെ പെൺകുട്ടികൾ പീരീഡ് ആവുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, അതായത് ശരിയായിട്ടുള്ള ഓർമ്മ, ബുദ്ധി, ചിന്തയൊന്നും ഉറയ്ക്കാത്ത സമയത്ത് ഒരു ക്ലാസ്സിലാണെങ്കിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 1-2 കുട്ടികൾ മെൻസസ് ആവുന്നു. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ടീച്ചേഴ്സിനും അറിയില്ലാത്ത ഒരവസ്ഥ. അപ്പം ഇത് വളരെ ഈ വേദനാജനകമായിട്ടുള്ള ഈ അവസ്ഥ വളരെ നേരത്തെ, അതിൻ്റെ കാരണം ഹോർമോൺ തകരാറുകൾ ഉണ്ടാക്കുന്നു, പല രീതിയിലുള്ള ഭക്ഷണ രീതി. അവിടെ ജങ്ക് ഫുഡ് മാത്രമല്ല കുറ്റക്കാർ. അപ്പോൾ കുട്ടികളുടെ ഭക്ഷണം ആയുർവേദ രീതികൾ അവലംബിക്കണം. ഇതിൽ നിന്നുള്ള സമൂഹത്തിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതായത് നമ്മുടെ വളരെ ഹിതവും മിതവും ലളിതവും പരിസ്ഥിതി സൗഹൃദവുമാണ് ആയുർവേദ രീതിയിലുള്ള ഭക്ഷണങ്ങൾ.
നമ്മുടെ ജീവൻ നിലനിർത്തുക, നമ്മുടെ ചിന്ത, ബോധം, ബുദ്ധി ഇവയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ളതാണ്. ആയുർവേദത്തിന് 2 ഭാഗങ്ങളാണുള്ളത്, സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും. ആവിർഭവിച്ച രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ ആതുരവൃത്തവും, രോഗം വരാതെ സൂക്ഷിക്കാൻ സ്വസ്ഥവൃത്തം. രണ്ടിനും ഒരേപോലത്തെ അതിന് പ്രാധാന്യമുണ്ട്. ഇതുകൂടാതെ കേരളീയ ഭക്ഷണം വളരെ പ്രധാനമാണ്. കേരളീയ ഭക്ഷണം വളരെ ആരോഗ്യകരമാണ്. നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള കേരളീയ ഭക്ഷണവും മെഡിറ്ററേനിയൻ ഡയറ്റും വളരെ സമാന സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികളിലേക്ക് തിരിച്ചു പോകണം. ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. മാതാപിതാക്കൾ കുട്ടികൾക്ക് ഹാനികരമായ ചേരുവകളുള്ള ആഹാരങ്ങൾ, പ്രത്യേകിച്ച് രുചി പ്രധാനമായിട്ടുള്ളത്, കഴിയുന്നത്ര വാങ്ങിക്കൊടുക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നമുക്കവിടെ ഒരു തീവ്രമായ നിലപാട് എടുക്കാൻ കഴിയില്ല. കാരണം കുട്ടികൾ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. ഈ നാട്ടിലുള്ള ഭക്ഷണം അവർക്ക് കഴിക്കാൻ കഴിയുള്ളൂ. എങ്കിലും ഉപ്പും മധുരവും കൊഴുപ്പും മിതമായിട്ടുള്ള ആഹാരങ്ങൾ. ഇനി ജങ്ക് ഫുഡ് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കട്ടെ, അത് തന്നെ നിങ്ങൾ ലേബൽ വായിച്ചു നോക്കിയിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റും സോഡിയവും മറ്റ് ഫുഡ് അഡിറ്റീവ്സും വളരെ കുറവുള്ള, ഹാനികരമല്ലാത്ത അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞ ഹാനി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളാണ് ഭാവി തലമുറയെ പ്രതിനിധീകരിക്കേണ്ടത്. അവർ ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടേതായ നല്ലൊരു രാജ്യവും സമൂഹവും കുടുംബവും ഒക്കെ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. സർ, പറഞ്ഞു വന്നതിൽ ഒരു സംശയമുണ്ട്. എല്ലാ ജങ്ക് ഫുഡ്സും അൺഹെൽത്തി ആണോ? എല്ലാ ജങ്ക് ഫുഡ്സും അൺഹെൽത്തി അല്ല. ഈ പറഞ്ഞതിൽ തന്നെ ഉപ്പും മധുരവും കൊഴുപ്പും മിതമായ അളവിൽ അടങ്ങിയത് നമുക്ക് ദോഷം കുറവാണ്, അല്ലെങ്കിൽ ദോഷരഹിതമാണ്. അതുകൂടാതെ തന്നെ ഇപ്പം സലാഡുകളുണ്ട്. സലാഡുകൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡിൽ തന്നെയാണ് വരുന്നത്. അത് വിപണിയിൽ ലഭ്യമായിട്ടുള്ളതാണ്. ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡും തമ്മിലുള്ള വ്യത്യാസം പങ്കുവയ്ക്കാമോ? ഫാസ്റ്റ് ഫുഡ് എന്നാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കി പെട്ടെന്ന് സെർവ് ചെയ്ത് നൽകുന്നതിനാണ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. അവിടുത്തെ വേഗത കൊണ്ടാണ് അതിന് ഫാസ്റ്റ് ഫുഡ് എന്ന് വന്നിരിക്കുന്നത്. അധികം ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡ് വിഭാഗത്തിൽ തന്നെയാണ് പെടുന്നത്. കാരണം അതിൽ കൊഴുപ്പ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ധാന്യങ്ങൾ, ഉപ്പ്, മധുരം ഇതിന് അതിപ്രസരമുള്ളതാണ് ബഹുഭൂരിപക്ഷം ഫാസ്റ്റ് ഫുഡും. അപ്പോൾ അതുകൊണ്ടും അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓർഡർ കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡിന് ഓർഡർ കൊടുക്കുക. ഫാസ്റ്റ് ഫുഡിലുമുണ്ട് നല്ല ഭക്ഷണങ്ങൾ. അപ്പോൾ അത് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വിഭവങ്ങൾ സെലക്ട് ചെയ്യുക. അതായത് സ്വാഭാവികമായിട്ടും മെനു നോക്കി ചെയ്യാന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പഠിച്ച ആളുകൾ ചെയ്യുന്നത്. ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ഫുഡിനൊക്കെ ഓർഡർ കൊടുക്കുമ്പോൾ നമുക്കവിടെ ഡിമാൻഡ് ചെയ്യാൻ പറ്റും, ഇതിൽ ഉപ്പ് കുറച്ചിടണം, കളർ ചേർക്കരുത്, അജിനോമോട്ടോ ഒഴിവാക്കിയിട്ട് തരണം. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് ഡിമാൻഡ്, ഒരു കസ്റ്റമറുടെ ഒരു അവകാശവും കൂടെയാണ്. അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒരു പരിധി വരെ നമുക്ക് അതുകൊണ്ട് അതിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് കഴിയും. പിന്നെ ഇത് വല്ലപ്പോഴും ഒന്ന് കഴിക്കുന്നതിൽ നേരത്തെ പറഞ്ഞ പോലെ തെറ്റില്ല. ഇത് ശീലമാകുന്നു, ആസക്തി ഉണ്ടാവുകയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാർ പറയുന്നത് കേൾക്കുമ്പോൾ മലയാളി എന്ത് കഴിക്കും? ഈ ചോദ്യത്തിന് 2 തരത്തിലുള്ള ഉത്തരം പറയാം. അതായത് ഒന്ന്, നാം കേരളീയ ആഹാര രീതികളിലേക്ക് മടങ്ങി കഴിയുന്നത് വളരെ നല്ലതായിരിക്കും. കേരളീയ ആഹാര രീതി എന്താണ്? കുത്തരിച്ചോറ്, മോരുകറി, സാമ്പാർ, അവിയൽ, പിന്നെ അധികം കൊഴുപ്പില്ലാത്ത മത്സ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് പാരമ്പര്യമായിട്ട് കേരളത്തിലുള്ള പലതരത്തിലുള്ള പച്ചക്കറികളുടെ പല വിഭവങ്ങൾ, അച്ചാർ, അങ്ങനെയുള്ളതെല്ലാം വരും. അപ്പോൾ ഇങ്ങനെയുള്ളത് ഇന്ന് മാറി നാം ഈ ജങ്ക് ഫുഡിന് അടിമപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഇതിനൊരു തീവ്രമായിട്ടുള്ള നമ്മൾ ഒരിക്കലും അത് കഴിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നാട്ടിൽ ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പം ആ കുട്ടികളെ ഇതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളിൽ നിന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി, ആദ്യം മാതാപിതാക്കൾ അവെയർ ആവണം. അത് കഴിഞ്ഞ് കുട്ടികൾ ഇതിൽ നിന്നും വിടുതൽ ചെയ്യാൻ വേണ്ടി അവർക്കുള്ള ഉപദേശങ്ങളും മാതാപിതാക്കളും സ്കൂളിലെ അധ്യാപകരും ഒക്കെയാണ് നൽകേണ്ടത്. കൂടാതെ ഞങ്ങളെപ്പോലുള്ള വൈദ്യശാസ്ത്രം പഠിച്ചവരും ഒക്കെ ഇതിന് ഉത്തരവാദികളാണ്. ആയുർ സൗഖ്യത്തിൻ്റെ ജങ്ക് ഫുഡിനെ പറ്റിയുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ പ്രയോജനം ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.